ഡോക്ടർ, ഈ വർഷത്തെ ദിനാചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡോക്ടർ സംസാരിച്ചു. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. എയ്ഡ്സ് രോഗത്തെ ഇക്കാലത്ത് എത്രത്തോളം കരുതിയിരിക്കേണ്ടതുണ്ട്? ബോധവൽക്കരണത്തിന്റെ ആവശ്യകത എത്രത്തോളമുണ്ട്? എയ്ഡ്സിനെ പറ്റി നാം വളരെയധികം കരുതലോടെ ഇരിക്കേണ്ടതാണ്. ഏതാണ്ട് 4 കോടിയോളം ആളുകളാണ് എയ്ഡ്സ് ബാധ മൂലം ലോകത്ത് ഇന്നേ വരെ മരണമടഞ്ഞിട്ടുള്ളത്. HIV പറ്റിയുള്ള അവബോധം ഉണ്ടാകുകയും HIV അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുള്ളവർ ടെസ്റ്റ് ചെയ്ത് അവർക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുകയും ചികിത്സ നേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളെയാണ് ഈ രോഗാണു ബാധിക്കുന്നത്. അതായത് രാജ്യത്തിന്റെ വർക്ക് ചെയ്യുന്ന, അതായത് പ്രവൃത്തി മേഖലയിൽ ഉള്ള യുവജനങ്ങൾ, അവരെയാണ് ഈ അണുബാധ കൂടുതലും ബാധിക്കുന്നത്. അതുപോലെ ഇതിന്റെ ചികിത്സ സർക്കാർ സൗജന്യമായിട്ടാണ് നൽകുന്നത്. ചികിത്സ വളരെയധികം വില കൂടിയ മരുന്നുകളാണ് നമ്മൾ ഇതിനായിട്ട് നൽകുന്നത്. അതിനാൽ നമ്മുടെ രാജ്യത്ത് കൂടുതൽ HIV അണുബാധിതരുണ്ടാകുന്നത് നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. അതിനാൽ HIV പ്രതിരോധം വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനായി ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനം. ജനങ്ങളെയും എല്ലാ വിഭാഗത്തെയും ബോധവൽക്കരിച്ച് HIV അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള ഓരോരുത്തരും മുന്നോട്ട് വന്ന് ടെസ്റ്റ് ചെയ്യുകയും അണുബാധ ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കുകയും ചെയ്യണം. അതുപോലെ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ HIV അണുബാധിതരോടും HIV ബാധിക്കാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളായ ലൈംഗിക തൊഴിലാളികൾ, മയക്കുമരുന്ന് കുത്തിവെക്കുന്നവർ, പുരുഷ സ്വവർഗരതിക്കാരായ ആളുകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, അതുകൂടാതെ ദീർഘദൂര ഡ്രൈവർമാർ, അതിഥി തൊഴിലാളികൾ, ഇവർക്ക് ബോധവൽക്കരണം നടത്തുകയും അവരുടെ ഇടയിൽ ടെസ്റ്റിംഗ് നടത്തുകയും ചെയ്യേണ്ടതും അവരിലുള്ള സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, അതായത് അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി മാറ്റി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരികയും ചെയ്തെങ്കിൽ മാത്രമേ ഇവർ ചികിത്സയ്ക്കായിട്ട് മുന്നോട്ട് വരികയുള്ളൂ. ആ ഒരവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നാണ് ഈ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഡോക്ടർ, ഇതോടൊപ്പം മറ്റൊരു കാര്യം ചോദിക്കട്ടെ. HIV-യും എയ്ഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എയ്ഡ്സ് പകർന്നത് എങ്ങനെയാണ്? പടരുന്ന രീതികൾ ഏതെല്ലാമാണ്? ഒന്ന് വിവരിക്കാമോ? HIV ഒരു വൈറസ് ആണ്. വൈറസ് ശരീരത്തെ ബാധിക്കുന്നതിനാണ് HIV അണുബാധ. അതൊരു രോഗാവസ്ഥയല്ല. HIV അണു ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന CD4 സെല്ലുകൾ, അതായത് രക്തത്തിലെ അണുക്കളാണ് പ്രതിരോധശേഷി നൽകുന്ന CD4 കോശങ്ങളെ ആക്രമിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. CD4 സെല്ലുകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ പലതരം അണുബാധകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് TB, അതുപോലെ പലതരം ന്യൂമോണിയ, ന്യൂമോസിസ്റ്റൈറ്റിസ് ന്യൂമോണിയ, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ, കാൻഡിഡിയാസിസ് പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ, ചിലതരം ത്വക്കിലുണ്ടാകുന്ന കാപ്പോസിസ് സർക്കോമ പോലെയുള്ള ക്യാൻസറുകൾ, ഇതെല്ലാം അവരെ ബാധിക്കുകയും ആ വ്യക്തിയുടെ അവസ്ഥ വളരെ പരിതാപകരമാകുന്ന ആ രീതിയിൽ എത്തുമ്പോഴാണ് അതിന് എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ബാധയിലേക്ക് പോയി കഴിയുമ്പോൾ ആ വ്യക്തി രോഗബാധ മൂലം മരണമടയാനും സാധ്യതയുണ്ട്. ശരിയായ ചികിത്സ നമ്മൾ കൃത്യസമയത്ത് കൊടുത്താൽ, അതായത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ പ്രധാനം. എത്രയും നേരത്തെ രോഗം കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്താൽ HIV അണുബാധിതന് ഒരു സാധാരണ ജീവിതം നയിക്കാനാകും. അതിനായി ഈ അണുബാധ എങ്ങനെ ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളും അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ചും യുവജനങ്ങൾ.